ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടിപൊളി വാട്ടർഫോൾ കാണാൻ പോവാണ് കേട്ടോ. റിവ്യൂ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോനെ പറ്റിയിട്ട് ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. സോ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നിറങ്ങി കണ്ട് ആസ്വദിച്ച് നമ്മൾ സ്ട്രെയിറ്റ് നമ്മളെ വാട്ടർഫോൾ ആണ്. നമ്മളുടെ ഇതിന് മുന്നുള്ള ഇന്തോനേഷ്യൻ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും, ഇന്തോനേഷ്യ അല്ലെങ്കിൽ നമ്മൾ ബാലി ഈസ് ഫുൾ ഓഫ് ഓൾമോസ്റ്റ് ടെമ്പിൾസ് ആണ്. ഒരുപാട് കൈൻഡ് ഓഫ് ടെമ്പിൾസും അവരെ വീടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കൈൻഡാണ് നമ്മളെ വീഡിയോസിൽ നമ്മളത് കാണിച്ചിട്ടുമുണ്ട്. സോ നിങ്ങൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നമ്മൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടോ. സോ നമ്മൾ നല്ല ഫീൽഡ്, പാഡി ഫീൽഡ് ഉണ്ട് ഒരു സ്ഥലത്ത്, മറ്റേ സ്ഥലത്ത് കോണാണ്. അങ്ങനെ ഒരുപാട് കൾട്ടിവേഷനും അഗ്രികൾച്ചറൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ കേട്ടോ നമ്മൾ പാസ് ചെയ്യുന്നത്. ഒരുപാട് ഏരിയ നമുക്ക് ഈ പാഡി ഫീൽഡ് ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മളെ ചാനൽ, അതായത് നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഒരു ഏകദേശം വാഴ, തെങ്ങൊക്കെയുള്ള നമ്മളെ കൈൻ്റെ ഒരു നാട്ടിൻപുറം ഏരിയയിലൂടെയാണ് നമ്മൾ ഈ ഒരു വാട്ടർഫോൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ റീച്ച് ആയിട്ടുണ്ട്. ലക്കലക്ക വാട്ടർഫോളിലാണ്. ബാലിയിൽ ഒരുപാട് കൈൻഡ് ഓഫ് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു വാട്ടർഫോൾ ചൂസ് ചെയ്ത് അങ്ങനെ പോയതാണ്. ഇത് അറൗണ്ട് വൺ സൈഡ് തന്നെ 450 സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് വൺസ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു തരും ഓൾറെഡി ഇങ്ങനെ 450 സ്റ്റെപ്സ് ഉണ്ട്. കാരണം നമ്മൾക്ക് എല്ലാതും പറഞ്ഞു തന്നിട്ട് നമ്മളോട് പോകാൻ പറയുള്ളൂ. ബിക്കോസ് അവിടെ എത്തിയതിൻ്റെ ശേഷം നമ്മൾ പിന്നെ പറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഫസ്റ്റിലേക്കൊക്കെയാണ് ഇതേപോലത്തെ ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ല സ്റ്റെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ വാട്ടർഫോൾസിലൊക്കെ പോകുന്ന പോലെ മണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്ന് മെയ്ഡ് ചെയ്ത് അങ്ങനെയുള്ള ജസ്റ്റ് ഒരു സ്റ്റെപ്സ് ആണ്. എന്നാലും കമ്പയർ ടു നമ്മുടെ ട്രീ ഹൗസ് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അറൗണ്ട് വൺ സൈഡ് 450 ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് മേലോക്ക് കയറണമെങ്കിലും അറൗണ്ട് 900 സ്റ്റെപ്സ് വേണം നമ്മൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർഫോൾ. ആൻഡ് അത് വേർത്താണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മോൾ വാട്ടർഫോൾ ആണ് കേട്ടോ. ആൻഡ് അവിടെ തന്നെ നമ്മളെ സ്വിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ വ്യൂവിൽ സ്വിങ്ങിൽ ആടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. അതിന് നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷൻസും നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അല്ലെങ്കിൽ ആസ്വദിച്ചിട്ട് പതിയെ മാത്രമേ നമ്മളത് കവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക്, ടൂറിസ്റ്റ് ആൾക്കാർക്ക് പെട്ടെന്ന് പോയി വരണം എന്നുള്ളവർക്കൊക്കെ നമ്മൾ സൈഡാക്കി കൊടുക്കും. കാരണം നമുക്ക് പെട്ടെന്ന് പോകണം എന്നില്ല. കാരണം നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കര ടയേർഡായി പോകുമല്ലോ. അപ്പം നമ്മൾ വളരെ സ്ലോലി മാത്രമാണ് നമ്മൾ ഈ ഓരോ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഓരോ പ്ലേസസ് ഓരോന്നും കവർ ചെയ്തിട്ടുള്ളത്. എല്ലാ വാട്ടർഫോളും പോലെ തന്നെ രണ്ട് സൈഡും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാടാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്, അല്ലാണ്ട് മറ്റേ ഫോറസ്റ്റ് ഇതേ കൈൻഡ് ഓഫ് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു സ്റ്റെപ്സ് ഒരു മണ്ണുകൊണ്ടുള്ള ഷേപ്പ് ചെയ്ത അങ്ങനെയുള്ളതാണ്. ഞാൻ നമ്മൾ റെസ്റ്റ് എടുത്ത് സ്ലോലി മാത്രമാണ് കേട്ടോ പോണത്.
അങ്ങനെ അത്യാവശ്യം നടന്ന് ടയേർഡായിട്ട് നമ്മളെ വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോക്കിയും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾ ആണെന്ന്. നമുക്ക് ഏകദേശം അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റും കേട്ടോ. ബട്ട് കുറച്ച് സ്ലിപ്പറിയാണ്. ഫസ്റ്റ്ലി ഞാൻ സത്യം പറഞ്ഞാൽ അവിടേക്ക് പോവില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതായിരുന്നു. കാരണം ആഫ്റ്റർ എൻ്റെ ആ ഒരു കാലിൻ്റെ ഇൻസിഡൻറ്റിന് ശേഷം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള ഹൈറ്റ്സ് കാര്യങ്ങളൊക്കെ പേടിയാണ്. ബട്ട് മുഹമ്മദ് പറഞ്ഞു എങ്ങനെ ഇതുവരെ വന്നതല്ലേ, എന്തായാലും പോകണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ അങ്ങനെ എന്നെ കൊണ്ട് കയറ്റിയിട്ടോ ഇവൻ. അങ്ങനെയാണ് ഞാൻ ആ വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തിയത്. ബട്ട് എന്താ പറയുക, അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു നമ്മൾ പോയ ടൈമിൽ. പിന്നെ നമ്മളെല്ലതും ടൈം എടുത്ത് ചെയ്യണോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്തണം എന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത്. ആൻഡ് കുറച്ച് ടൈം ആയപ്പം കുറച്ച് ക്രൗഡൊക്കെ കുറഞ്ഞ ടൈമിലാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത്. ആൻഡ് ഞാൻ അതിൻ്റെ മേലേക്ക് കയറിയിട്ടാണ്. ഈ കാണുമ്പം ചിലർക്ക് ഭയങ്കര ഈസിയാവും, ഡിഫിക്കൽട്ടായി തോന്നൂലേക്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് കുളിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബട്ട് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ അടിപൊളിയാണ്. അതായത് ലൈക്ക് എന്താ പറയുക, നമുക്ക് തന്നെ എന്തോ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നും. കാരണം ഞാനിങ്ങനെ ചെയ്യാത്ത ഒരാൾ അതിൻ്റെ മേലെ കയറി നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ തോന്നിയിട്ടാണ്. അതായത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയി. ആൻഡ് അത് കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടോ. ആൻഡ് ഇറങ്ങണ സുഖം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സ്റ്റെപ്സ് എല്ലാതും ഒരേ സൈഡാണ്, ഇറങ്ങലും കയറലും സെയിം റൂട്ട് തന്നെയാണ്. സോ ഇറങ്ങുന്ന സുഖം ഉണ്ടായിരുന്നില്ല, കയറാൻ കുറച്ച് നമ്മൾ പണിയെടുത്തിട്ടുണ്ട് കയറുമ്പോൾ. ആൻഡ് അതിനുശേഷം നമ്മൾ ബാക്ക് ടു നമ്മളെ റൂമിലേക്ക് പോവാണ്. കുറച്ചധികം ട്രാവൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കേട്ടോ. നമ്മളൊരു ഈവനിങ്, കാരണം നമ്മൾ ആ ലെക്കിലേക്ക് വാട്ടർഫോൾ ഒരു ഈവനിങ് ടൈം പോകുമ്പോൾ ഫോറസ്റ്റ് അല്ലേ, അത്യാവശ്യം നല്ല ഇരുട്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മോർണിംഗിൽ ഇറങ്ങി ഒരു നൂണൊക്കെ കഴിഞ്ഞ് ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ അവിടുന്ന് റിട്ടേൺ വന്നു. സോ നമ്മൾ രാത്രിയിലുള്ള നമ്മളെ റൂമിൻ്റെ വ്യൂ ആണിത്. പിന്നെ മോർണിംഗ് ആയപ്പോൾ നമ്മൾ നേരെ എണീറ്റ് എയർപോർട്ടിലേക്ക് പോവാണ്. അതെ ഗൈസ്, നമ്മളെ ബാലിനോട് അല്ലെങ്കിൽ ഇന്തോനേഷ്യനോട് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ മോർണിംഗ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറേ നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ മെമ്മറീസൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഐഗുസ്തി എയർപോർട്ടിലേക്കാണ്. ആൻഡ് നമ്മൾക്ക് ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുണ്ട് നമ്മളെ ബാലി. ആൻഡ് ഒരുപാട് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത്, ഒരുപാട് ലോണ്ട്രി ഒക്കെ ക്യാരി ചെയ്തിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ ഈ ഒരു ഐഗുസ്തി എയർപോർട്ട് ഇൻ ബാലി. നല്ലൊരു എയർപോർട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മളൊരു 3 hours ബിഫോർ വന്നിട്ടുണ്ട്. കാരണം ബാലിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാഫിക് ഉള്ളതാണ്. സോ ട്രാഫിക്കിലൊന്നും പെട്ട് നമ്മളെ ടൈം വേസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 3 hours മുന്നേ എത്തി. ഇതൊക്കെ നമ്മളെ എയർപോർട്ടിൻ്റെ ഇൻഡോർ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഡെക്കോർ ചെയ്ത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എയർപോർട്ട്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ബാലിക്ക് ഫ്ലൈറ്റ് ഇല്ല എന്നറിയാമല്ലോ. സോ നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ ടു മലേഷ്യ ടു ബാലി. ചെന്നൈയിലാണ് മുഹമ്മദ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ വിസിറ്റ് ചെയ്യലുണ്ട് എപ്പോഴും. മീൻസ് മുഹമ്മദ് എപ്പോഴും ചെന്നൈയിലാണ്, ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ആൻഡ് റിട്ടേണും നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ ടു മലേഷ്യ, ദെൻ മലേഷ്യ ടു ചെന്നൈ ഒരു ചെറിയ 3 to 4 hours ലേ ഓവർ ഉണ്ട്. ആൻഡ് മലേഷ്യയിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ബിക്കോസ് അറിയാമല്ലോ നമുക്ക് മലേഷ്യൻ്റെ കൈയുടെ ഫുഡ്
ട്രൈ ആക്കണം. ആൻഡ് മലേഷ്യയിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ആൻഡ് നമ്മൾ ഡ്യൂട്ടി ഫ്രീൻ്റെ കൂടെ ഒക്കെ ഒന്ന് നടന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ ആ ഒരു 3 hours നമുക്ക് കളയണമല്ലോ. അങ്ങനെ കുറച്ചധികം കണ്ട്, കാരണം നമ്മൾ റിട്ടേൺ വരുന്ന ടൈമിൽ നമ്മൾ എയർപോർട്ട് അങ്ങനെ കാണാനൊന്നും നിന്നിട്ടില്ല. നമുക്ക് വേഗം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ, നമ്മൾ ട്രാവൽസിൻ്റെ ആൾക്കാരും അങ്ങനെ ഇരുന്ന്. സോ നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മലേഷ്യൻ എയർപോർട്ടിലൊക്കെ എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇനിയുള്ള ന്യൂ കൺട്രീസ് അല്ലെങ്കിൽ ന്യൂ വിശേഷങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ വീണ്ടും വരുന്നതാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങളെ ഇഗ്നോർ ചെയ്യുക കേട്ടോ. ആൻഡ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ എത്തി. ഡയറക്റ്റും നമ്മുടെ ചെന്നൈയിലാണ്. സോ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കൂടെ കൂടുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരേക്കും ബൈ ബൈ.